ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 94. ഇന്ന് നമ്മൾ നോക്കുന്നത് മണ്ഡലം 1 അനുവാദം 8 സൂക്തം 36 അവസാനത്തെ 16 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ ദേവത അഗ്നി തന്നെയാണ്. അഗ്നി എന്താണെന്ന് പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉണ്ടായ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് 4 ആയിട്ട് 5 ആയിട്ട് തിരിക്കാം. അതിനാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 നമ്മൾ സയൻസ് ക്ലാസ്സിൽ ആദ്യം ചെറിയ ക്ലാസ്സിൽ 4 ആയിട്ടാണ് പഠിക്കുന്നത്. ഇതെല്ലാം കരരൂപത്തിലുള്ള വസ്തുക്കൾ, അത് കല്ല്, അതിനാണ് ഭൂമി എന്ന് പറയുന്നത്, ഭൂമി പോലെയുള്ളത്. പിന്നെ ജലം, ദ്രവം, കര ദ്രവം, ദ്രവം എന്ന് പറയുന്നത് ജലം പോലെയുള്ളത്. പിന്നെ വാതകം, വാതകം തന്നെ. ഇപ്പം നമ്മൾ കാണുന്ന വസ്തുക്കളൊന്നും കരമായിരിക്കാം, അല്ലെങ്കിൽ ദ്രവമായിരിക്കാം, അല്ലെങ്കിൽ വാതകമായിരിക്കാം, അല്ലെങ്കിൽ അത് ഇതെല്ലാം കൂടിച്ചേർന്നായിരിക്കാം. പിന്നെ അതിൻ്റെ പിന്നിലുള്ളതാണ് ഊർജം, അതിനാണ് അഗ്നി പോലെയുള്ളത്. അപ്പം ഈ തരത്തിലാണ് 4 ആയിട്ട് തിരിച്ചത്. അപ്പം അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ്. ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചമാണ് ആകാശം. അഗ്നി എന്നത് ഊർജമായിട്ട് എടുക്കണം. ഊർജം പല രൂപത്തിലുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളെ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോഴും ആദ്യം ക്ലാസ്സിൽ വന്ന് ഊർജത്തെ പറ്റി ഊർജതന്ത്രം പഠിക്കുകയാണ്. മുകളിൽ എഴുതും ഊർജതന്ത്രം. ക്ലാസ്സിൽ വന്നപ്പാട് എഴുതും. ഇന്ന് പഠിപ്പിക്കുന്നത് രാമായണം, അല്ലെങ്കിൽ ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഇന്ന കവിത. വേദത്തിലും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഒരു ഋഷി പറയുമ്പോൾ ഞാൻ ഇന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്, ആ സബ്ജക്റ്റ്. അദ്ദേഹം അതിനെ ദേവത എന്ന് പറഞ്ഞിട്ടുകൊണ്ട് തുടങ്ങും. ദേവത, അഗ്നി. പറഞ്ഞതിൻ്റെ അർത്ഥം അഗ്നി എന്ന വിഷയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയാണ് സയൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നെല്ലാം പ്രപഞ്ചം. അതുപോലെ തന്നെയുള്ള അതെത്രയുണ്ട്? 33 കോടിയുണ്ട്. അത് തന്നെയാണ് വേദത്തിൽ 33 കോടി ദേവതകളുണ്ട് എന്ന് പറയുന്നത്. ആ ദേവതകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരാണ്. അപ്പം നമ്മളെ ജീവിതത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ദേവതകളാണ്. അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ അതിന് നമ്മൾ ആരാധ്യമൊന്നും ആവശ്യമില്ല. ഉദാഹരണം, സൂര്യനില്ലാതെ നമ്മൾ നിലനിൽപ്പില്ല. അതുകൊണ്ട് സൂര്യൻ ദേവതയാണ്, വെള്ളം ദേവതയാണ്, വായു ദേവതയാണ്, മല ദേവതയാണ്. അപ്പം ഇതിനെയെല്ലാം നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. മരുന്ന് ദേവതയാണ്, കത്തി ദേവതയാണ്, ഓപ്പറേഷണൽ മടിക്ക് കത്തി വേണം. ഇതെല്ലാം ദേവതകളാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നമ്മൾ ഈ വേസ്റ്റ് പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വേസ്റ്റാണ് വേറെ ചെടികൾക്ക് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് ദേവതയാണ്. ആ അർത്ഥമേ ഉള്ളൂ. അതൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത് ഏതിൽ നിന്നാണോ ഈ ദേവതകളെല്ലാം ഉണ്ടായത് അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് നിർഗുണമാണ്. അതിന് രൂപവും ഭാവവും ഇല്ല. അതിന് ഒരു കാര്യത്തിലും താല്പര്യമില്ല. അതിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ നിർഗുണമായ ഈശ്വരനെ, ബ്രഹ്മത്തെ ആരും തന്നെ ആരാധിക്കുന്നില്ല. ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെക്കൊണ്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ബ്രഹ്മത്തെ. അതിനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി വിശേഷം അതെന്താണോ തീരുമാനിച്ചത് അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ നടന്നു പോകും. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വസ്തുക്കൾ. ഈ വസ്തുക്കളാണ് നമ്മൾ ചക്കയും മാങ്ങിയെല്ലാം നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ചക്കയും മാങ്ങി അരിയെല്ലാം തന്നെ ദേവതകൾ. അപ്പം ദേവത എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുള്ള പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ 33 കോടി അതെല്ലാം ദേവതകളാണ്. അപ്പോൾ ഋഷി ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ ക്ലാസ്സിലെ ടീച്ചർ മുകളിൽ വന്ന് ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഊർജം,
എന്ന് എഴുതിയിട്ട് ഒരു വരി ഇട്ടിട്ട് ക്ലാസ് തുടങ്ങും. അതുമാതിരി ഋഷി തുടങ്ങുമ്പോഴും വേദങ്ങളിൽ ആദ്യം ദേവത എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അത് അഗ്നി. അപ്പൊ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ക്ലാസ്സിൽ ടീച്ചർ എന്താ ചെയ്യാം, അഗ്നി ഇന്നതിന് ഉപയോഗിക്കുക, അതിന്റെ സ്വഭാവം ഇതാണ്, ഇന്ന നിറമാണ്, ഇന്നാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കാൻ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ കുറേ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഊർജത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അതിന്റെ ഉപയോഗം വരും, അതിന്റെ സ്വഭാവവിശേഷങ്ങൾ വരും, എല്ലാം വരും. ഇനി നമുക്ക് 16 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36-16. ഖനവേ വിശ്വ വിജഹ്വ രാവണാസ്തപുർജംഭയോ അസ്മദൃക് യോ മർത്യാശിശീതേ അത്യക്തുഭിർമാന സരിപുരീശതാം. കഷ്ടപ്പെടുത്തുന്നവരെയും ദാനം നൽകാത്തവരെയും വധിക്കാനും ഞങ്ങളുടെ ശത്രുക്കളുടെയും രാത്രിയിൽ ഞങ്ങൾക്കായി ആയുധം മൂർച്ച കൂട്ടുന്നവരുടെയും ആധിപത്യം തടയാനും അഭ്യർത്ഥിക്കുന്നു. ഋഗ്വേദ മണ്ഡലം അഗ്നിദേവ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം അഗ്നി ദേവതയാണ്, നമ്മളെ സഹായിക്കുന്ന. അഗ്നിയിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ല കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കണമേ എന്ന് പറയുകയാണ്. ദാനം നൽകാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ എല്ലാം സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാത്തവരെ നശിപ്പിക്കുക എന്നാണ് ഇവിടെ വധിക്കണേ എന്നാണ് പറയുന്നത്. അപ്പം ഈ ലോകത്തിലുള്ളവരെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, ദാനം നൽകാത്തവരെ നമ്മളുടെ സേവനം രാഷ്ട്രത്തിന് വേണ്ടി വിനിയോഗിക്കുക, ലോക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ലോകമേ തറവാടായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അല്ലാത്തവരെയെല്ലാം വധിക്കണേ എന്ന് അഗ്നിയോട് പറയുകയാണ്. വധിക്കുന്ന ആര് തന്നെയാണ്? അഗ്നി തന്നെയാണ്. നമ്മളെ വധിക്കുന്ന എപ്പോഴാണ്? അഗ്നിയാണ്. ഈ ചൂട് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരണം സംഭവിക്കും. ഒരാൾ മരിച്ചു എന്ന് നോക്കുന്ന തൊട്ട് നോക്കിയിട്ട് ചൂടില്ല എന്ന് പറയും. അപ്പം നമ്മളെ കൊല്ലുന്നത് അഗ്നി തന്നെയാണ്. ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെ എന്ന നിലയിൽ കാണുന്നു. നമ്മളെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ എന്തിനെ ഉപയോഗിച്ചാൽ മതി? അഗ്നിയെ ഉപയോഗിച്ചാൽ മതി. അഗ്നി അല്ലെങ്കിൽ ഊർജത്തെ ഉപയോഗിച്ചാൽ മതി. ചോറ് നമുക്ക് തിന്നാൻ പറ്റില്ല, കട്ടിയാണ്. അതിനെ സോഫ്റ്റ് ആക്കണ്ടെങ്കിൽ ഒരു വെള്ളം എടുത്തിട്ട് അഗ്നിയിൽ അരിയിട്ടിട്ട് അങ്ങ് ചൂടാക്കിയാൽ മതി. അഗ്നി അതിനെ പദം വരുത്തിട്ട്. അപ്പം എല്ലാ തടസ്സങ്ങളെയും ശത്രുക്കളെയും മാറ്റണേ. രാത്രിയിൽ വരുന്ന ഞങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കൾക്കെതിരായിട്ട് നീ പ്രവർത്തിക്കണേ എന്ന് പറയാണ്. രാത്രിയിൽ വരുന്ന ശത്രുക്കൾ രോഗാണുക്കളാണ്. രോഗാണുക്കളെ എല്ലാം നശിപ്പിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? അഗ്നിക്കുണ്ട്. രാത്രിയാണ് രോഗാണുക്കളെല്ലാം സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതൽ. പകലാകുമ്പോൾ ഈ രോഗാണുക്കളായാലും പാമ്പായാലും നമ്മുടെ ശത്രുക്കളെല്ലാം എവിടെയെങ്കിലും പോയി ഒളിക്കും. വെളിച്ചുള്ളിടത്ത് ഈ ശത്രുക്കൾ, കള്ളന്മാർ പോലും വെളിച്ചുള്ളിടത്ത് അത്ര ധൈര്യത്തിൽ നിൽക്കില്ല, മാന്യന്മാരായിട്ട് നിൽക്കും. അപ്പം രാത്രിയാണ് കള്ളന്മാരായാലും പാമ്പായാലും ശത്രുക്കളെല്ലാം രോഗാണുക്കളായാലും ഇറങ്ങി പുറത്തേക്ക് നടക്കുന്നത്. അപ്പം ആ ഊർജം, സൂര്യൻ്റെ ഊർജം, അത് വെളിച്ചമാകാം, അഗ്നിയാകാം, അതെല്ലാം ഊർജത്തിൽ പെടുകയാണ്. അഗ്നി തന്നെയാണ്. അതിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. ഇനി 17 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-17. അഗ്നിർവ്നെ സുവീര്യമഗ്നി കണ്വായ സൗഭഗം അഗ്നിപ്രാവന്മിത്രോദമേധാതിഥിമഗ്നി സാദാ ഉപസ്തുതം. അഗ്നിയോട് എനിക്ക് വേണ്ടി സൗഭാഗ്യം കാക്ഷിച്ച് മേധാതിഥിയെയും
ഉപസ്തുതനെയും ധനപ്രാപ്തിക്ക് കൊണ്ട് രക്ഷിക്കാനും പറയുന്നു. പറയുകയാണ്, എനിക്ക് സൗഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ് അഗ്നി എന്ത് ചെയ്തിരിക്കുന്നത്? മേധാതിഥിയെയും ഉപസ്തുതനെയുമെല്ലാം രക്ഷിച്ചത്. മേധാതിഥി എന്നെല്ലാം പറയുമ്പോൾ ഋഷികളാണ്. ഈ ഋഷികളെല്ലാം ജീവിക്കുന്ന കാലഘട്ടം വളരെ പാടുപെട്ടിട്ടാണ് അവർ കഷ്ടതയിലെല്ലാം. ഒരു സൗഭാഗ്യമില്ല, ഗുഹയിൽ താമസിച്ച് കെട്ടിടങ്ങളും ഒന്നുമില്ല. ആ സമയത്താണ് ഋഷികൾ, ഈ മേധാതിഥി എല്ലാം ഉള്ള അവരെല്ലാം കൂടിയിട്ട് ഈ ഗ്രന്ഥങ്ങൾ എഴുതി നമ്മളെ രക്ഷിച്ചത്. നമുക്ക് വേണ്ടി ഈ ശാസ്ത്ര തത്വങ്ങൾ വേദങ്ങളിലൂടെ എഴുതി തന്നത്. അപ്പൊ അവരെ രക്ഷിച്ചത് എന്താണ്? ഊർജമാണ്. അവരുടെ ശരീരശക്തിയും മനക്കരുത്തും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ആ പ്രതിബന്ധങ്ങളെ അന്നത്തെ കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും മഹത്തായ ശാസ്ത്ര തത്വങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ശാസ്ത്ര തത്വങ്ങളിലൂടെയാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത്. അപ്പോൾ അവരെ രക്ഷിച്ചത് ആരാണ്? അഗ്നിയാണ്, ഊർജമാണ്. അതായത് അന്നത്തെ കാലത്ത് മനുഷ്യൻ, ഇന്നത്തെ കാലത്ത് നമുക്ക് രക്ഷക്ക് വസ്ത്രങ്ങളുണ്ട്. ഇപ്പം ഭയങ്കര തണുപ്പാണെങ്കിൽ അതിനുള്ള വസ്ത്രങ്ങളും എല്ലാം ഉണ്ട്, മൂടിപ്പറ്റും. പക്ഷെ അന്ന് അതൊന്നും ഇല്ല. അപ്പൊ അവരവരുടെ ശരീരബലം, ശക്തി, മനക്കരുത്ത് കൊണ്ട് തന്നെയാണ് അന്നവരെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പാടുപെട്ടിട്ടാണ് അവർ ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്നവരെ രക്ഷിച്ചത് ആരാണ്? അഗ്നിയാണ്. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അവരെ രക്ഷിച്ചതിനാണ് അവര് വേദങ്ങളിൽ അവർക്കറിയുന്ന ജ്ഞാനങ്ങൾ മുഴുവൻ ഈ വേദത്തിലൂടെ നമുക്കായി എഴുതി തന്നു. നമ്മളത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇനി 18 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-18. അഗ്നിനാ തുർവശം യതും പരാവത ഉഗ്രദേവം ഹവാമഹേ അഗ്നിർനയൻ അവാവസ്ത്വം ബൃഹദ്രഥം തുർവീതിം ദസ്യേവ സഹ. തുർവസ്, യദു, ഉഗ്രദേവൻ ഇവരെ ഞാൻ അഗ്നിയോടുകൂടി ദൂരെ നിന്നും വിളിക്കുന്നു. അവരെയും നവവാസ്ത്വൻ, ബൃഹദ്രഥൻ, തുർവീതി എന്നിവരെയും ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതിലെ തുർവസ്, യദു, ഉഗ്രദേവൻ ഇവരെ ഞാൻ അഗ്നിയോടുകൂടി ദൂരെ നിന്ന് വിളിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച കുറേ ശക്തിവിശേഷങ്ങളാണ് ഇതെല്ലാം. തുർവസ്, യദു ഇതെല്ലാം കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് ഈ സംസ്കാരങ്ങളെല്ലാം ഉണ്ടായി, ഈ ലോകം തന്നെ ഉണ്ടായി വന്നത്. അവരെല്ലാം തന്നെ അഗ്നി ഉപയോഗിച്ച് ഊർജത്തിന്റെ സഹായത്താലാണ് ഈ ലോകം പടുത്തുയർത്തിയിരിക്കുന്നത്. അവരെ കൂടാതെ ബഹുദ്രഥൻ, തുർവീതി എന്നിവരെയും നീ ഇങ്ങോട്ട് വിളിക്കൂ. അവരെല്ലാമാണ് നമുക്ക്, അതായത് ഇതെല്ലാം പണ്ടുള്ള പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുത്ത, ഇതെല്ലാം കഥയിൽ വരുന്ന കഥാപാത്രങ്ങളാണ്. അതിൽ ചില ശക്തികൾ വിശേഷങ്ങളായിട്ട് കാണണം. അവരെല്ലാമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അവരും ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. മനുഷ്യർ അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും അന്നും അഗ്നി തന്നെയാണ്, ഊർജമാണ് ദ്രവ്യമായി മാറിയത്. ഊർജമാണ് തരംഗരൂപത്തിലൊഴുകി അത് കണങ്ങളായി മാറുകയും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം മാറി ആറ്റങ്ങളായി മാറി ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായി മാറിയത്. അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ശക്തിവിശേഷം എല്ലാം ഈ അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത്. ഇനി 19 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-19. നീത്വാം അഗ്നേ മനുർദധേ ജ്യോതിർജനായ ശശ്വതേ ദിദേത കണ്വ ഇർദജാത ഉക്ഷിതോയം നമസ്യന്തി കൃഷ്ടയഃ. ജ്യോതിർമയനായ അഗ്നിയെ മനുഷ്യർക്ക് വേണ്ടി മനു സ്ഥാപിച്ചു. അഗ്നി യജ്ഞത്തിനു വേണ്ടി പ്രത്യക്ഷനായി ഹവിസിനാൽ തൃപ്തനാവുകയും സാധകൻ അഗ്നിയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജ്യോതിർമയനായ അഗ്നിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ജ്യോതിർഗോളങ്ങളിൽ നിന്നാണ്. അതിലുള്ള ഒരു ജ്യോതിർഗോളമാണ് സൂര്യൻ. സൂര്യനിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. സൂര്യൻ മാത്രമല്ല,
ഇങ്ങനെ എത്രയോ സൂര്യന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാം കൂടിച്ചേർന്ന മരുദ്ഗണങ്ങളുണ്ട്. 49 മരുദ്ഗണങ്ങളുണ്ട്. അതിൻ്റെ ചലനമെല്ലാമാണ് ഈ ഭൂമിയിൽ മഴ പെയ്യുന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷങ്ങൾ. അങ്ങനെ എത്രയോ ഊർജ സ്രോതസ്സുകൾ ജ്യോതിർഗോളവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? സൂര്യൻ രാവിലെ ഒരു വശത്ത് വരുമ്പോൾ നമ്മൾ പ്രേരിപ്പിക്കുന്നു കർമ്മത്തിന്, നമ്മൾ കർമ്മത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പം എല്ലാത്തിൻ്റെയും ജ്യോതിർഗോളങ്ങളിലൂടെയാണ് അത് ഈ ഊർജം നമ്മളെ കർമ്മത്തിലേക്കെല്ലാം ഈ ലോകം മുന്നോട്ടേക്ക് പോകുന്നതും കാലത്തിൻ്റെ പ്രയാണം അനുസരിച്ചാണ്. അത് ജ്യോതിർഗോളങ്ങളെ ആശ്രയിച്ചാണ്. അതിൻ്റെ ഊർജമാണ്. അതുകൊണ്ടാണ് ജ്യോതിർമയമായ അഗ്നിയോട് പറയുകയാണ്, മനുഷ്യർക്ക് വേണ്ടി മനു നിന്നെ സ്ഥാപിച്ചു. അപ്പം സൃഷ്ടി തുടങ്ങുന്നത് മനുവിൽ നിന്നാണ്. മന്വന്തരങ്ങൾ, അതിൻ്റെ തലവനായ ആ ശക്തിവിശേഷത്തെയാണ് മനു എന്ന് പറയുന്നത്. അപ്പം മനുവിലൂടെയാണ് സൃഷ്ടിക്രമമെല്ലാം നടന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തിയാണ് മനു. ആ മനു ഊർജത്തിൻ്റെ സഹായത്താലാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഊർജമാണ് ദ്രവ്യമായി മാറി ഈ പ്രപഞ്ചമായി മാറിയത്. അതിൻ്റെ സയൻസിലൂടെ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. നീ യജ്ഞത്തിന് വേണ്ടിയാണ് പ്രത്യക്ഷനായത്. കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ് അഗ്നി പ്രത്യക്ഷനായത്. അഗ്നിയിലൂടെയാണ് പലതരം വസ്തുക്കളായി അത് രൂപാന്തരം പ്രാപിച്ചത്. നമുക്കറിയാലോ, E=mc² എന്ന് പറയുന്ന ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ഒരു ബന്ധം. ആ ഊർജമാണ് ഒരു പ്രത്യേക ക്വാണ്ടം അളവില് ഇലക്ട്രോണുകളായും പ്രോട്ടോണുകളായും മാറിയിട്ട് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നെല്ലാം നമ്മൾ ബണ്ടിൽ ഓഫ് എനർജി. ഒരു ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിൽ ഓഫ് എനർജിയാണ്. ഒരു ബണ്ടിൽ ഓഫ് എനർജിയാണ് ഇലക്ട്രോൺ എന്നെല്ലാം പറയുന്നത്, പ്രോട്ടോൺ എന്നെല്ലാം പറയുന്നത്. ഓരോ കൂട്ടം എനർജിയുടെ ഒരു ചെറിയ കൂട്ടം ഇലക്ട്രോൺ ആണെങ്കിൽ എനർജിയുടെ വലിയൊരു കൂട്ടം വേറൊരു പ്രോട്ടോൺ ആയിരിക്കും. അതിലും ചെറിയ കൂട്ടമായിരിക്കും ചെറിയ കണങ്ങളായിട്ട് പ്രോട്ടോണായിട്ട് മാറുന്നത്. ഇതെല്ലാം ഒരു ക്വാണ്ടമാണ്. ഓരോ കെട്ടുകെട്ട് എനർജിയാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ പിന്നിലുള്ളത്. അതിലെ കുറെ കെമിസ്ട്രിയിൽ അങ്ങോട്ട് എത്തുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇവിടെ ചുരുക്കി പറയുന്നത്. നീ യജ്ഞത്തിന് വേണ്ടി പ്രത്യക്ഷനായി. ആ യജ്ഞത്തിലൂടെ നമ്മൾ ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും അതിന് പ്രത്യേക ഊർജമുണ്ട്. ആദ്യം ഊർജമുണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയില്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മുട്ട വിരിയുന്നത്. മുട്ട വിരിയണ്ടെങ്കിൽ ഒരു പ്രത്യേക ഊർജം വേണം. അതിൽ കൂടിപ്പോയാലും കുറഞ്ഞുപോയാലും മുട്ട വിരിയില്ല. മുട്ട വിരിയുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ആ രാസപ്രവർത്തനത്തിന് ഓരോ പ്രത്യേക ഊർജമുണ്ട്. എല്ലാതും നടക്കണ്ടെങ്കിൽ അതിന് ചില കാറ്റലിസ്റ്റിനെ പ്രയോഗിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിലെ എൻസൈം എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം കെമിസ്ട്രിയിലേക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം അതിൻ്റെ എല്ലാം പിന്നിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റിയുടെയും പിന്നിൽ അഗ്നിയാണ് ഉള്ളത്. ഹവിസ്സിനാൽ തൃപ്തിപ്പെടുത്തുക. അപ്പം അഗ്നിയെ നമ്മൾ അഗ്നിക്ക് ഹവിസ്സുകൾ അർപ്പിക്കുമ്പോൾ അത് അഗ്നി തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനം തരുന്നത്. അതായത് നമുക്ക് വെളിച്ചം കിട്ടണ്ടെങ്കിൽ അഗ്നിക്ക് വെളിച്ചെണ്ണയും തിരിയെല്ലാം വെച്ച് അതിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി തൃപ്തിയാകും, നമുക്ക് വെളിച്ചം തരും. അല്ലാതെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയും വെച്ച് ഇപ്പോൾ ഒരു തിരിയും വെച്ചിട്ട് അഗ്നി ഇതാ പിടിച്ച് നിനക്ക് തന്നിരിക്കുന്നത് പിടിച്ച കുറച്ച് എണ്ണയും കുറച്ച് തിരി അഗ്നിൻ്റെ എടുത്തു കൊടുത്തിട്ട് നീ കത്തിയിൽ വെളിച്ചം താന്ന് പറഞ്ഞാൽ തരില്ല. തിരി എണ്ണയിൽ വെച്ച് അധിക എണ്ണയായി പോയാലും കത്തില്ല ആവശ്യമുള്ള തരത്തിൽ. അപ്പോൾ അധിക എണ്ണയാകുമ്പോഴും കുഴപ്പമൊന്നും, അത്രയും ഓക്സിജൻ വേണം. അപ്പോൾ അതിനുള്ള ഓക്സിജൻ കിട്ടത്തക്കവണ്ണം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാലേ അഗ്നി തൃപ്തിയാവും. അപ്പോഴേ അത് സ്വീകരിച്ചിട്ട് തിന്നിട്ട് തിരിയെയും എണ്ണയും തിന്നിട്ട് അതെന്ത് തരും? വെളിച്ചം, ചൂടുമല്ല തരും. അപ്പം ഹവിസ്സിനാൽ തൃപ്തനാവുകയും സാധകൻ അത് സാധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്ന വ്യക്തികൾ, അതിനെ ആശ്രയിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും?
നിന്നെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ആ അഗ്നിയെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. കാരണം നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നത് ഊർജമാണ്, അഗ്നിയാണ്. അതിനെ നമസ്കരിക്കുക, അതിനെ പൂജിക്കുന്നതിന് തെറ്റില്ല, ദേവതകളെ പൂജിക്കുന്നതിന് തെറ്റില്ല. പ്രപഞ്ചത്തിലുള്ള മുക്കോടി ദേവതകളെ, അരിയെയും ഗോതമ്പിനെയും നമ്മൾ എന്തിനെ പൂജിക്കുന്നുണ്ട്? പേന കൊണ്ട് പഠിക്കുന്നവനാണെങ്കിൽ, എഴുതി പഠിക്കുന്നവനാണെങ്കിൽ പേന പൂജിക്കും. നവരാത്രിക്കാലം പേന പൂജിക്കുന്നു, ആയുധം പൂജിക്കുന്നു, പുസ്തകം പൂജിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് നമ്മളെ രക്ഷിക്കുന്നത്, അതിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അതിനെ പൂജിക്കുന്നതിന് എന്താ തെറ്റ്? നമ്മളെ രക്ഷിക്കുന്ന അച്ഛനാണെങ്കിൽ അച്ഛനെ ആ പൂജിക്കുന്ന തരത്തിൽ തന്നെ നമ്മൾ കാണും. അതിലെന്താണ് തെറ്റ്? കാരണം നമ്മളെ സഹായിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്നതിനെ നമ്മൾ പൂജിക്കുക എന്ന വാക്കിന് അത്ര മാത്രമേ ഉള്ളൂ. അതിനോട് നമ്മളൊരു ബഹുമാനത്തോടും കൂടി അതിനെ സമീപിക്കുക. ഇതാണ് പൂജ. അച്ഛനോട് ഇതോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വേണ്ട കാര്യം സാധിപ്പിച്ചിരിക്കും. അതാണ് പൂജ. അത് ദേവതകളോടാണ്, ഈ കല്ലിനും മണ്ണിനോട് നമ്മളെ സഹായിക്കുന്നതിനോട് തന്നെയാണ് കാണിക്കേണ്ടത്. അതാണ് ആയുധ പൂജയുടെ തത്വം. കൃഷ്ണന് തന്നെ പർവ്വതത്തെ പൂജിക്കാനാണ് പറഞ്ഞത്. കാരണം പശുക്കൊക്കെ പുല്ല് തരുന്നതാണ്. ശിവൻ പറഞ്ഞ് കല്ലെടുത്തിട്ട്, പണ്ട് നിങ്ങളെ ശത്രുക്കളെ കല്ലെടുത്തിട്ടല്ലേ എറിഞ്ഞത്, അതുകൊണ്ട് കല്ലിനെ പൂജിച്ചു. ഇതാണ് യഥാർത്ഥ പൂജ. പൂജിക്കുന്ന ഈ കാണുന്ന 33 ദേവതകളെ തന്നെയാണ് പൂജിക്കേണ്ടത്. അത് വ്യത്യസ്തവുമാണ്. ദേവതകൾ വ്യത്യസ്തമാണ്. നമുക്ക് ദാഹം വരുമ്പോൾ നമുക്ക് വെള്ളം തന്നെയാണ് വേണ്ടത്, വെള്ള ദേവതയാണ് വേണ്ടത്. വിശക്കുമ്പോൾ ചോറ് ദേവതയാണ് വേണ്ടത്. അത് വ്യത്യസ്തമാണ്. ദേവതകൾ എത്രയുണ്ട്? ദേവതകളെ പൂജിക്കുന്നത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്? നമ്മൾ ഇതിനെയല്ല ഈശ്വരനായിട്ട് കണ്ടു. ഈശ്വരൻ പലതാണോ? പല ഈശ്വരനല്ല. നമ്മൾ പൂജിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന. ഞാൻ ഈ മൊബൈലിനെ പൂജിക്കണം, കാരണം എന്നെ സഹായിക്കുന്ന എനിക്ക് മൊബൈലാണ്. ഈ പുസ്തകമാണ് എന്നെ സഹായിക്കുന്നത്, അതിനെ പൂജിക്കണം. നമുക്ക് ഉപകാരം ഇതിനെ കൊണ്ടാണ്. അല്ലാതെ ആ നിർഗുണമായ ഈശ്വരനെ കൊണ്ട് ഒരു ഗുണമില്ല. അത് നിർഗുണനാണ്, അതിനൊന്നിലും താല്പര്യമില്ല. ആ ഈശ്വരൻ ഏകനാണ്. ആ ഈശ്വരനെ എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ചക്കനെയും മാങ്ങനെയെല്ലാം ദേവതയാക്കിയതാണ് നമുക്ക് പറ്റിയ ദേവതകളെയെല്ലാം ഈശ്വരനായി ചിന്തിച്ചതാണ് നമുക്ക് വലിയ മിസ്റ്റേക്ക്. ചക്ക ദേവതയാണെങ്കിൽ ചക്ക ദേവത, സരസ്വതി നദി അല്ലെങ്കിൽ ഗംഗാ നദി ദേവതയാണെങ്കിൽ ആ നദി ഇങ്ങനെ കഥയിലൊരു സ്ത്രീയായിട്ട് അവതരിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ദേവത ഇതിനെല്ലാം ഈശ്വരനായി കാണുകയാണ്. ഈശ്വരൻ വേറെ, ഈശ്വരൻ ഏകനായ നിർഗുണമായ ബ്രഹ്മം, അതിന് രൂപവും ഭാവമൊന്നും ഇല്ല. അതിൽ നിന്നും ഉണ്ടായ 33 ദേവതകൾ, അത് ഈ കാണുന്ന വസ്തുക്കൾ മുഴുവനാണ്. അത് ഹൈഡ്രജനാണ്, ഓക്സിജനാണ്, മരുന്നാണ്. ഇതെല്ലാം നമ്മൾ അതിനെ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അനേകം തന്നെയാണ്. ഈശ്വരനാണ് ഏകൻ. ഇതാദ്യം മനസ്സിലാക്കുക. വേദത്തിന്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കുക. അതുകൊണ്ട് സാധകൻ നിന്നെ നമസ്കരിക്കുന്നു, അഗ്നിയെ നമസ്കരിക്കണം. കാരണം അഗ്നിയില്ലെങ്കിൽ നമുക്ക് വായ തുറക്കാൻ പോലും പറ്റില്ല, ജീവൻ നിലനിൽക്കില്ല. അഗ്നി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശവമാണ്. അപ്പൊ പിന്നെ അഗ്നിയെ നമസ്കരിച്ചാൽ പോരാ. പറ്റുമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അതെല്ലാം ചെയ്യണം. കാരണം ഇത്രയും നമ്മളെ രക്ഷിക്കുന്ന ഒരു സാധനത്തോടെ എന്താ ചെയ്യാൻ പറ്റും? നമസ്കരിച്ചാൽ മാത്രം പോരാ, പറ്റും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പോയി പിടിക്കാനൊന്നും പറ്റൂല. പിടിച്ചു പോയാൽ നമുക്ക് പൊള്ളും. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. ദൂരെ ഇരുന്നിട്ട് നമസ്കരിക്കാനേ പറ്റും. അതിനൊന്നും ഒരു തെറ്റില്ല. നമ്മൾ ഈശ്വരനെ അല്ല നമസ്കരിക്കുന്നത്. ഈശ്വരൻ നിർഗുണമായ, അതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന് ഒരു അമ്പലമൊന്നും ഈ നാട്ടിലില്ല. ദേവതകൾക്കാണ്, ചക്കയ്ക്കും മാങ്ങക്കുമാണ് അമ്പലമുള്ളത്. ചക്കക്കും മാങ്ങക്കെന്നും പറഞ്ഞത് വനസ്പതി ദേവതയാണെന്ന് മനസ്സിലാക്കണം. പഞ്ചഭൂതങ്ങളെയാണ്. ചക്കയും മാങ്ങയെല്ലാം തന്നെ വിഷു വരുമ്പോൾ ചക്ക എടുത്ത് വെക്കുന്നില്ലേ, മാങ്ങ എടുത്ത് വെക്കുന്നില്ലേ, കണി കാണാൻ പറ്റി. അതായത് നീ എനിക്ക് ദിവസവും ചക്കയും മാങ്ങയും, ഈ വർഷം മുഴുവൻ ചക്കയും മാങ്ങയും തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കേണ്ടിയാണ് ചെയ്യുന്നത് വിഷുവിന്. അതിലെന്താ തെറ്റ്? ഇപ്പൊ അങ്ങനെ വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാധിക്കുന്നതിൽ ഒരു തെറ്റില്ല. ദേവതകളെ തന്നെയാണ് ആരാധിക്കേണ്ടത്. ദേവതകൾ ഈശ്വരനല്ല. ഇനി 20-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1
സൂക്തം 36-20. തേ ശ്വാസോ അഗ്നേരവമന്തോ അർച്ചയോ ഭീമാസോ ന പ്രതീതതേ രക്ഷസ്സിന സതമിത്യാതുമാവതോ വിശ്വം സമന്ത്രണം മഹാ. അഗ്നിയുടെ പ്രദീപ്തങ്ങളായ ജ്വാലകൾ ശക്തങ്ങളും ഉഗ്രങ്ങളുമാണ്. അവയെ നേരിടാൻ പ്രയാസമാണ്. അഗ്നി രാക്ഷസന്മാരെയും മനുഷ്യബുക്കുകളെയും ഭസ്മമാക്കുന്നു. അഗ്നിയുടെ പ്രദീപ്തമായ ജ്വാലകളെല്ലാം ഉഗ്രന്മാരാണെന്ന് പറയുകയാണ്. അഗ്നിയുടെ ജ്വാലകൾ, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ജ്വാലകൾ എത്ര തരമുണ്ട്? അനേക തരമുണ്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം. ഇതെല്ലാം അഗ്നി ഊർജം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏറ്റവും താഴത്തോട്ട് പോകുമ്പോൾ ഒരു രൂപവും മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ദൃശ്യമല്ലാത്ത രൂപമായിട്ടെല്ലാം മാറും. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അതെന്താണ്? ഏറ്റവും ശക്തമാണ്. ചില രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കത്തിയൊന്നും വേണ്ട, നമുക്ക് അകത്തുള്ള ഭാഗമെല്ലാം അവിടത്തേക്ക് ആ രശ്മിയെ കേന്ദ്രീകരിച്ചിട്ട് കരിച്ചു കളയാൻ പറ്റും. ആരും നമ്മൾ പോലും അറിയുന്നില്ല. അത്രയും ശക്തമാണ്. ഉള്ളിൽ അത് കരിച്ചു കളയും. ഇപ്പം പല കുടലിലോ എന്തെങ്കിലും കുരുവെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം കരിച്ചു കളയാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും ശക്തമാണ്. ഉഗ്രന്മാരുമാണ്. ഉഗ്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോക്കറ്റെല്ലാം വിടുന്നതും ഈ സാറ്റലൈറ്റിലോട്ടേക്ക് കണ്ടിട്ടില്ലേ? യുദ്ധ പ്ലെയിനുകളെയെല്ലാം അടിച്ചിടുന്നത് കണ്ടിട്ടില്ലേ? ശത്രുക്കളെ പ്ലെയിനുകളെ അടിച്ചിടുന്നത് തരംഗങ്ങൾ വിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഈ തരംഗങ്ങളെല്ലാം ഊർജമാണ്. അപന്മാർ അതിനെക്കാട്ടി ഉഗ്രമായിട്ടുള്ള വേറെന്താണുള്ളത്? ഈശ്വരൻ നിർഗുണമാണ്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്നുണ്ടായ ഈ അഗ്നി ഉഗ്രന്മാരാണ്. അവയെ നമുക്കൊന്നും നേരിടാൻ പറ്റില്ല. അവയെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്തിന്? ചില കാട്ടുതീയെല്ലാം വരുമ്പോൾ നാട്ടിലെ ജനങ്ങളെല്ലാം അന്തം വിട്ട് ഓടുകയാണ്. എത്രയോ പുരോഗമിച്ച രാജ്യമാണെങ്കിലും ഈ കാട്ടുതീയെല്ലാം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഊർജമെന്ന് പുറത്തേക്ക് അഗ്നിപർവ്വതമായിട്ട് ഒഴുകുമ്പോൾ എന്നേരാണ് നമ്മൾ ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു മല പൊട്ടി ഒഴുകിയില്ലേ? അതെല്ലാം ഊർജമാണ്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് മാറണം, ചിന്തിക്കണം. എനർജിയാണ്. അതിൽ നിന്ന് വരുന്ന എനർജിയാണ് എന്തെല്ലാം നമ്മൾ നിസ്സഹായരായി നോക്കിയെന്നേ ഉള്ളൂ. ഈ ഭൂമി പോലും ഒരു ദിവസം കത്തി എരിഞ്ഞ് ചാണകം കത്തി, ഉണങ്ങിയ ചാണകം ഉണ്ടല്ലോ, അത് കത്തിക്കരിയുന്നത് പോലെ ഈ ഭൂമി ഒരു നാൾ കത്തിയെരിഞ്ഞ്, സൂര്യനും ഭൂമിയും എല്ലാം കത്തിയെരിഞ്ഞ് ഇല്ലാതെയാവും ആ മഹാപ്രളയ സമയത്ത്. അഗ്നി ഉഗ്രനാണെന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല, അല്ല പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അത് ആർക്കും പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങ് രാക്ഷസന്മാരെയും മനുഷ്യബുക്കുകളെയും, അതായത് മനുഷ്യരെ നശിപ്പിക്കുന്നവരെയും രാക്ഷസന്മാരെയും നമ്മുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കണേ എന്ന് പറയുകയാണ്. ഏത് പ്രതിബന്ധങ്ങളെ മറികടക്കാനും നമുക്ക് സഹായം ഊർജമാണ്. നമ്മൾ നാക്കിട്ടിട്ട് ഒരാളെ വിരട്ടടിക്കലും ഈ നാക്കിൻ്റെ അകത്ത് ഊർജം വന്നാലേ വിടുള്ളൂ. അപ്പോഴേ ഏത് രാക്ഷസന്മാരെന്ന് പറയുന്നാൽ ദേവന്മാരും അസുരന്മാരും. ദേവന്മാരെന്ന് പറയുന്നത് നമുക്ക് സഹായമായി തീരുന്നത്. നമുക്ക് എതിരായിട്ട് വല്ലതും തീരുന്നുണ്ടെങ്കിൽ അതിന് അസുരന്മാര് രാക്ഷസന്മാര് എന്നെല്ലാം പറയാം. അവരെല്ലാം ഇല്ലാതാക്കിയെങ്കിൽ നമ്മൾ നമ്മളുടെ ഊർജം ഉപയോഗിച്ചിട്ടേ പറ്റുള്ളൂ, ശക്തി ഉപയോഗിച്ചിട്ടേ പറ്റുള്ളൂ. വാഴ അടിച്ചാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാഴ അടിച്ചിട്ടായിരിക്കും ഓടിക്കുന്നുണ്ടാവും ശത്രുക്കളെ പേടിപ്പിച്ചിട്ട്. അതും ഊർജം ഉപയോഗിച്ച് തന്നെയാണ് വാഴ അടിക്കുന്നത്. ഇല്ലേ, ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരുന്നാൽ ഊർജയിലേക്ക് നാം എങ്ങനെയാണ് ജനിക്കുന്നത്? ഇപ്പോഴേ മനുഷ്യ ബുക്കുകൾ എന്നാലും പറഞ്ഞാലും മനുഷ്യരെ പണ്ടത്തെ കാലത്തെ, അതായത് ആ കാലഘട്ടത്തിലെല്ലാം മനുഷ്യന്മാരെ തന്നെ തിന്നാനില്ലാതെ അവരെ പിടിച്ചു തിന്നാണ്
കാലഘട്ടമായിരുന്നു. ഈ ഋഷികളെല്ലാം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഗുഹയിലെല്ലാം താമസിക്കും, തിന്നാനൊന്നുമില്ല. അപ്പം വല്ലവരെ കുടിച്ച് മനുഷ്യരെ പോലും ചിലവരെ പിടിച്ചു നിന്ന അവസ്ഥ വന്നു. ഇത് ജീവിക്കണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിനെയും മൃഗത്തിനെ ഒന്നും കിട്ടിയില്ലേ, പിന്നെ എന്തിനാ കിട്ടുന്ന മനുഷ്യനെന്താ പിടിച്ച് തിന്നു, അന്യന്മാരെ പിടിച്ചു തിന്നു, അത്രയാണ്. അപ്പൊ അവയെല്ലാം ഭസ്മമാക്കണേ എന്ന് പറയാൻ. അതെല്ലാം എങ്ങനെയാ ഭസ്മമാക്കുന്നത്? നമ്മുടെ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ. മനുഷ്യരെ അവരെയെല്ലാം അടിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന് നമ്മളെ പിടിച്ചു തരാൻ വരുമ്പോൾ നമ്മൾ പല കല്ലും എടുത്തിട്ടോ എന്തെങ്കിലും എടുത്തിട്ടോ ഒരൊറ്റ വെച്ചു കൊടുക്കും. അതും ഊർജം തന്നെയാണ്, അതും ദേവതയാണ്. അഗ്നിയിൽ നിന്ന് തന്നെയാണ് കല്ലുണ്ടായിരിക്കുന്നത്. കാരണം ഊർജം ദ്രവ്യമായി മാറുന്ന തത്വപ്രകാരം. അപ്പൊ എല്ലാം വീട്ടിന്റെ പിന്നിലെല്ലാം ഉള്ളത് നമ്മളെ രക്ഷിക്കുന്നത് അഗ്നിയാണ്. അതോടെ 36-ാമത്തെ സൂക്തം കഴിഞ്ഞു.